നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബീഫ് ഫ്രൈ ഇഷ്ടമല്ലാത്ത മലയാളികളുണ്ടോ അല്ലേ? മലയാളികളുടെ വികാരമായ നാടൻ ബീഫ് ഫ്രൈ ആണ് നമ്മളിന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ബീഫ് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ബീഫിൻ്റെ മേളിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് വിനാഗിരിയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു 7 to 8 പ്രാവശ്യം നല്ലപോലെ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ്, അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി വറുത്ത് പൊടിച്ച കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ, മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 6 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഒരു 1.5 ടീസ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറുത്ത് പൊടിച്ച പെരുംജീരകപ്പൊടി 1 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി നമുക്കിതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 to 4 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ കൈക്ക് തിരുമ്മി മസാലകളൊക്കെ പിടിപ്പിക്കുക. ഏത് ഇറച്ചിയായാലും മസാല തേച്ച് പിടിപ്പിക്കുമ്പോൾ കഴിവതും കൈകൊണ്ട് തന്നെ തേച്ച് പിടിപ്പിക്കുക. മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ ഇറച്ചി വേവിച്ചെടുക്കാനായിട്ട് പാടുള്ളൂ. മസാല പുരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഇറച്ചി ഒരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ബീഫ് വെന്ത് തുടങ്ങുമ്പോൾ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും. ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ബീഫ് നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ്. ഇനി കുക്കർ മൂടി വെച്ച് ഒരു 7 വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ അകത്തേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു അരമുറി തേങ്ങയുടെ തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 മിനിറ്റ് നമുക്ക് ഇതിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 20 വറ്റൽമുളക് വട്ടത്തിൽ കണ്ടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വറ്റൽമുളകിൻ്റെ അരി ഞാൻ എടുത്തിട്ടില്ല. വറ്റൽമുളക് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. 3 തണ്ട് കറിവേപ്പില ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 300 ഗ്രാം ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് കഴിവതും ചെറുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. ചെറുള്ളിയാണ് ഈ ബീഫിന് അതീവ രുചി നൽകുന്നത്. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്ത സമയത്തും അതിനകത്തും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബീഫ് വേവിച്ചപ്പം അതിൽ നിന്ന് വന്ന ആ ഒരു ഗ്രേവിയാണിത്. ആ ഗ്രേവി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം.
ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കാം. കൂടെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ബീഫിൻ്റെ ഗ്രേവിയൊക്കെ വറ്റി ഒന്ന് ഡ്രൈ ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പതുക്കെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തപ്പോൾ ബീഫ് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പെപ്പർ പൗഡർ, അതായത് നമ്മുടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിൻ്റെ അകത്തേക്ക് വറുത്ത് പൊടിച്ച കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. കൂടെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് വറുത്ത് പൊടിച്ച പെരിഞ്ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊരു 2 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട കൂട്ടർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.